ഹായ് ഫ്രണ്ട്സ്, ഇവർക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെനോവോയുടെ തിങ്ക് പ്ലസ് ലൈറ്റ് പോഡ്സ് LP40 പ്രോ എന്ന TWS ഇയർപോഡിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ TWS ഇയർപോഡ് എന്ന് പറയുന്ന തിങ്ക് പ്ലസിൻ്റെ ലൈറ്റ് പോഡ് LP40 പ്രോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പറയാം, ഇത് ഇന്ത്യയിൽ ഇപ്പം കറന്റ് ഇപ്പോൾ ഇല്ല, ഇത് UAE നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു ഇയർബഡ്സിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ആണ് ഇത് ആൻഡ് അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കൂടുതൽ പഠിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഡയറക്റ്റ് അൺബോക്സിംഗിൽ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലെനോവോയുടെ തിങ്ക് പ്ലസ് ലൈറ്റ് പോഡ്സ് LP40 പ്രോ എന്ന് പറഞ്ഞ് TWS, അതായത് ഇയർപോഡ് ലെനോവോൻ്റെ സാധനമാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. സൈഡ് ഇവിടെ തിങ്ക് പ്ലസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പോയി അതാ തിങ്ക് പ്ലസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഇത് കാണാം, കുറേ ഫീച്ചേഴ്സ് കാണാം, ബാക്കിലും ഫീച്ചേഴ്സ് കാണാം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വായിച്ചു തരാം. സൈഡിൽ പറയുന്നത് കൺട്രോളബിൾ ആണ്, ഹാൻഡ് ഫ്രീ ആണ്, ലോങ് ടൈം പ്ലേയബിൾ ആണ്, ടച്ച് കൺട്രോൾ ആണ്. ഒബ്വിയസ്ലി ടച്ച് കൺട്രോൾ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ വായിച്ചു തരാം. കാരണം ചൈനീസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചു തരാം. പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ് ആണ്. ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് 10 മീറ്റർ, ബാറ്ററി കപ്പാസിറ്റി 30 mAh. അതായത് ഇയർബഡിൻ്റെ ഓരോ ഇയർബഡിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പറയുന്നത് 30 mAh. അതേപോലെ പ്ലേ ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂർ നമുക്ക് കിട്ടും ഈച്ച് ഇയർബഡ്. ചാർജിങ് ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അതേപോലെ റേറ്റ് ഇൻപുട്ട് 5 വോൾട്ട് 30 ആംപിയറിൻ്റെ റേറ്റ് ഇൻപുട്ടാണ് വരുന്നത്. ഇനി ബോക്സിൻ്റെ ചാർജിങ് ഇയർബഡ് ബോക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബാറ്ററി കപ്പാസിറ്റി 250 mAh ആണ് നമ്മുടെ ബോക്സിൽ വരുന്നത്. ചാർജിങ് ടൈം 1.5 മണിക്കൂർ തന്നെ. ചാർജിങ് ഇൻപുട്ട് 5 വോൾട്ട് 300 mAh അല്ല 300 ആംപിയർ. അപ്പോൾ ഇതാണ് ഇതിൽ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് നമ്മുടെ ലെനോവോയുടെ തിങ്ക് പോഡ്സ് LP40 പ്രോൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത്, ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ. ഫോക്കസ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉൾഭാഗം നോക്കാം, ജസ്റ്റ് അൺബോക്സ് ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളിൽ യൂസർ മാനുവൽ വരുന്നുണ്ട്. അപ്പം പെട്ടി ജസ്റ്റ് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. അറിഞ്ഞിപ്പം ലൈറ്റ് പൊടി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ടൈപ്പ് A to ടൈപ്പ് C ചാർജർ കിട്ടും. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരിക. കണ്ടോ, 2 ഇയർബഡ്സ് അതും പോയി. ഇയർബഡ്സ് ഇവിടെ വീണത് ഞാൻ എടുത്തൊക്കെ വേറെ. കൂടെ മറ്റേ ഇതും വരും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇത് ഇത്രയും ചെറുതാണ്. കണ്ടോ, ഇത് ഇന്നർ ടൈപ്പാണ്, ഹാഫ് ഇയർ ആണ്. കണ്ടോ, ചെറുതാണ്. ബഡ് കാണുന്നുണ്ടോ, ചെറുതാണ്. അപ്പം എക്സ്ട്രാ ഒന്നേ വരുന്നുള്ളൂ. പിന്നെ ബഡ് ടൈപ്പ് ഇങ്ങനെയാണ്. കണ്ടോ, ചെറുത്. ഫോക്കസ്. ചെറിയൊരു ഇയർബഡാണ്. ഉണ്ടല്ലേ, നല്ല സുഖമായിട്ട് വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് വെക്കാം. ഇതേപോലെ അവിടെ തന്നെ നിന്നോളും. പുറത്തതും അവിടെ തന്നെ അങ്ങനെ തന്നെ നിന്നോളും. കണ്ടോ, കൂൾ, ഇളകണമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. തിങ്ക് പ്ലസിൻ്റെ ലെനോവോ തിങ്ക് പ്ലസിൻ്റെ പെട്ടി എന്ന് പറയുന്നത്. ജസ്റ്റ് അങ്ങനെ ഓപ്പൺ ആയിട്ട് അതൊക്കെ ഓക്കെ ആട്ടോ, നല്ല സാധനം തന്നെയാണ്, നല്ല ഓക്കെയാണ്, നല്ല ബോക്സ് തന്നെയാണ്. ടൈപ്പ് C ചാർജിങ് ആണ് വരുന്നത്. ഇത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇയർബഡ് ചെവിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്ത് വേഗം ഓണാക്കി നോക്കാം. അപ്പോൾ ഇത്ര പെട്ടെന്ന് കണക്ട് ആവുമെന്ന് അറിയാൻ ഇതവിടെ വന്നിട്ടുണ്ട്. തിങ്ക് പ്ലസ് LP40 പ്രോ എന്ന് പറഞ്ഞിട്ട് പെയർ കൊടുക്കുക. കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണക്റ്റഡ്. ഇതിൻ്റെ സൗണ്ട് കൂടുന്ന ഫീച്ചേഴ്സ് ഒരു വട്ടം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടച്ച് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വട്ടം നിൽക്കിയാൽ സൗണ്ട് കൂടുന്ന കാണാം. ഒരു വട്ടം നിൽക്കിയാൽ മതി. അപ്പം ഇങ്ങനെ റൈറ്റ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വട്ടം നിൽക്കിയാൽ സൗണ്ട് ഇങ്ങനെ കൂടും. ഇനി ലെഫ്റ്റ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വട്ടം നിൽക്കുകയാണെങ്കിൽ സൗണ്ട് കുറയും. ഇനി വീഡിയോ പ്ലേ ആൻഡ് പോസ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, വീഡിയോ പ്ലേ ആൻഡ് പോസ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മൈക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിങ്ക് പ്ലസിന്റെ LP40 പ്രോ എന്ന ഈ ഒരു ഇയർബഡ്സിന്റെ മൈക്കിൽ നിന്നാണ്. ഇപ്പം ഈ റൂമിൽ അത്യാവശ്യം നല്ല എക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ബട്ട് ഇതായിരിക്കും ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഓഡിയോ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇയർപോഡിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 750 to 800 രൂപക്കാണ് ഈ ഒരു ഇയർപോഡിൻ്റെ വില എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ള, ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്, നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ള ഒരു ഇയർബഡാണ് ഈ ഒരു തിങ്ക് പ്ലസിൻ്റെ LP40 പ്രോ എന്ന ഈ ഒരു ഇയർബഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇത് ഇന്ത്യയിൽ കറൻ്റ്ലി അവൈലബിൾ അല്ല, ഇത് പുറം രാജ്യത്തൊക്കെയാണ് മെയിൻലി ഇറക്കുന്നത് ഇവര്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോക്കി ഓൾ ഓപ്ഷനൊക്കെ പറയുന്നത് പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം അടുത്തൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.